ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പോളിടെക്നിക് അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒരു കോളേജ് ജോയിനിങ് ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്പോട്ട് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ടും ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിലേക്കുള്ള രജിസ്ട്രേഷൻ 17/7/2024 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 21/7/2024 വരെ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള, അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ പേരുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് പിന്നെ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ കൗൺസിലിങ്ങിന് ജില്ലാതലത്തിൽ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ചാണ് 22/7/2024 മുതൽ 26/7/2024 വരെയാണ് നിങ്ങളുടെ ആ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്. അത് ഓരോ ജില്ലയിലും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജുകൾ ഉണ്ടാവും. അവിടെ വെച്ചാണ് നിങ്ങളുടെ കൗൺസിലിംഗ് നടക്കുന്നത്. ഇനിയും ഒരു അപേക്ഷകന് പരമാവധി 3 ജില്ലകളിൽ മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ എക്സ്ട്രാ നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ മൊത്തം 5 ജില്ലകളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് 3 ജില്ലകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു സൈറ്റിൽ വേക്കൻസി പൊസിഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പോൾ ആ വേക്കൻസി പൊസിഷനൊക്കെ നോക്കിയിട്ട് കൂടുതൽ സീറ്റുകളുള്ള കോളേജുകൾ നിങ്ങൾ ആ ഒരു ജില്ല നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ അഡ്മിഷൻ ലഭിച്ചവരിൽ സ്ഥാപന മാറ്റമോ ബ്രാഞ്ച് മാറ്റമോ ആഗ്രഹിക്കുന്നവർക്കും പുതുതായി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വന്നപ്പോൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിലവിൽ പോളിടെക്നിക് കോളേജുകൾ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അപേക്ഷകനാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പോ അതുപോലെ ഫീസ് അടച്ച ആ ഒരു രസീത് ഹാജരാക്കിയാൽ മതിയാകും. ശാസ്ത്രീയ പോളിടെക്നിക് കോളേജുകളിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിൻ്റെ രസീതോ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ രേഖകളോ ഹാജരാക്കേണ്ടതാണ്. കൗൺസിലിംഗ് സമയത്ത് അപേക്ഷകന് അപ്പോൾ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കോളേജും ബ്രാഞ്ചും പുതുതായി ചേർത്ത് മുഴുവൻ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷകന്റെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതും ലിസ്റ്റിലെ ക്രമം അനുസരിച്ച് ഹാജരായിട്ടുള്ള അടുത്ത അപേക്ഷകന് നൽകുന്നതുമായിരിക്കും. കൗൺസിലിങ്ങിന് നിങ്ങളെ ആ ഒരു റാങ്കിൻ്റെ ബേസിലായിരിക്കും വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ജില്ലയിൽ ഏത് കോളേജിലാണോ അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിനാണോ അവിടെ സീറ്റ് ഒഴിവുള്ളത് ആ ഒരു കോളേജ്, ആ ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരും. ആ സമയത്ത് നിങ്ങൾ ഫീസ് അടച്ചിട്ട് അവിടെ അഡ്മിഷൻ എടുക്കണം. അങ്ങനെ എടുത്തില്ല എങ്കിൽ, അത് നിങ്ങൾ ഫീസ് അടച്ചിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത റാങ്കിലുള്ളവരെ വിളിക്കുകയും അവർക്ക് ആ ഒരു അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുന്ന ടൈമിൽ ഫീസും കൂടെ കരുതിയിട്ട് വേണം പോകാൻ. ഇനി ശ്രദ്ധിക്കുക, ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ ഒരേ സമയം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത മാതൃകയിലുള്ള പ്രോക്സി ഫോം അപേക്ഷകനും രക്ഷിതാവും ഒപ്പിട്ടത് ഹാജരാക്കേണ്ടതാണ്. അപേക്ഷകൻ നിർദ്ദേശിക്കുന്ന പ്രോക്സിയാണ് ഹാജരാക്കുന്നതെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തിയത് സഹിതം ഹാജരാക്കേണ്ടതാണ്. എന്നാൽ അപേക്ഷകൻ ഹാജരാകുന്ന ജില്ലയിൽ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് 3 ജില്ല വരെ കൊടുക്കാം, 5 ജില്ല വരെ, അതായത് ഇടുക്കിയും വയനാടോട് കൂട്ടി നിങ്ങൾക്ക് 5 ജില്ല വരെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജില്ലയിൽ മാത്രമേ ഒരു സമയത്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു ജില്ലയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അടുത്ത ജില്ലയിൽ നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരൻസിൻ്റെ കയ്യിൽ നിങ്ങൾ ഒരു പ്രോക്സി ഫോം നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ആ ഒരു ഫോം നിങ്ങൾ പേരൻസിൻ്റെ കയ്യിൽ കൊടുത്തു വിടണം. അപ്പോൾ ആ ഒരു പ്രോക്സി ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പി നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്ത്, മീൻസ് നിങ്ങൾ തന്നെ സൈൻ ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പിയും നിങ്ങൾ പേരൻസിൻ്റെ കയ്യിൽ കൊടുത്തു വിടേണ്ടതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പോകുന്ന ജില്ലയിലാണെങ്കിൽ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾ പോയ ജില്ലയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു, നിങ്ങളുടെ പേരൻറ്റ് പോയ ജില്ലയിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു. എന്നാൽ ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ പേരൻറ്റ് പോയ ആ ജില്ലയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ ആ ഒരു അഡ്മിഷൻ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പേരൻറ്റ് പോയ ജില്ലയിൽ നിങ്ങൾക്ക് ലഭിച്ച അഡ്മിഷൻ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളെടുത്ത അഡ്മിഷൻ അവിടെ ക്യാൻസലായി പോകും. അതായത് അവസാനം ലഭിച്ച അഡ്മിഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്.
എന്നുള്ളത്. അതുപോലെ തന്നെ അപേക്ഷാ ഫോറത്തിൽ പ്രതിപാദിക്കാത്ത അവകാശങ്ങൾ കൗൺസിലിംഗ് സമയത്ത് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതുപോലെ അത് റിസർവേഷൻ്റെയൊക്കെ കാര്യമായിരിക്കും പറയുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ അപേക്ഷയിൽ കൊടുത്തിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് പ്രകാരമുള്ള അഡ്മിഷൻ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ കൗൺസിലിംഗ് രജിസ്ട്രേഷന് ബുദ്ധിമുട്ട് നേരിടുന്ന അപേക്ഷകർക്ക് തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജുകളിലെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് രജിസ്ട്രേഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെയുള്ളവർ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ തിരുവനന്തപുരം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഒരു ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഒരു ഡിസ്ട്രിക്റ്റ് കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇടുക്കിയും വയനാട് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് പ്രിൻറ്റ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കൊടുക്കുക, ശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, വേക്കൻസി പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വേക്കൻസി പൊസിഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ജില്ലകൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ ആ ഒരു ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ കാറ്റഗറിയിലും ഓരോ ബ്രാഞ്ചിനും ഓരോ കോഴ്സിനും ഉള്ള ആ ഒരു സീറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ സീറ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ജില്ലകൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ജില്ലയിലുമുള്ള ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ സെൻട്രൽ പോളിടെക്നിക് കോളേജ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നിങ്ങളുടെ ആ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ജില്ലയുടെയും നോഡൽ പോളിടെക്നിക് കോളേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഡൗൺലോഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അത് പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യും. ഡൗൺലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ ഒരു നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പം ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക് കോളേജ് അവിടെ ആണെങ്കിൽ ഡൗൺലോഡ് ഷെഡ്യൂൾ എന്നുള്ളത് അവിടെ ഡൗൺലോഡ് ആരോ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്ര റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെയുള്ളവർക്കുള്ള ടൈം ഷെഡ്യൂൾ, ഇന്ന ടൈമിൽ നിങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ ആ ഒരു ഷെഡ്യൂൾ നോക്കിയിട്ട് വേണം നിങ്ങൾ കൗൺസിലിങ്ങിന് പോകാനായിട്ട്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പ്രോക്സി ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഫോം ഓഫ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രോക്സി ഫോം. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആരാണോ പോകുന്നത് ആളുടെ ഫോട്ടോയും ഒട്ടിക്കുക. ശേഷം അതിൻ്റെ മുകളിൽ സൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമാണ് നിങ്ങളുടെ പേരൻറ്റിൻ്റെ കയ്യിൽ നിങ്ങൾ കൊടുത്തു വിടേണ്ടത്. അതോടൊപ്പം തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും കോപ്പിയും. പിന്നെ ഫീസ് അടയ്ക്കാനുള്ള ആ ഫീയൂടെ നിങ്ങൾ കരുതേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഫീ സ്ട്രക്ചർ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്